ഒരു അംബാസഡർ കാറും കൊണ്ട് ഒരു ഷൺമുഖനായിട്ട് വന്ന് നിന്ന് വീണ്ടും കപ്പടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇനി ആരും ഡീഗ്രേഡ് ചെയ്തിട്ട് ഒരു കാര്യം ഫാമിലി പടം ഏറ്റെടുക്കും. ഇതുവരെയുള്ള ഒരു ആദ്യ പകുതി വെച്ചിട്ട് തരുൺമൂർത്തിയുടെ ഈ സിനിമ വളരെ മികച്ച സിനിമയായിരിക്കും എന്നാണ് തോന്നുന്നത്. സൂപ്പർ സൂപ്പർ അബ്സല്യൂട്ട്ലി സൂപ്പർ. പടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷയില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷ നമുക്ക് കിട്ടുള്ളൂ. അതാണ് ലാലേട്ടൻ്റെ മൂവി എന്നാണ്. പിന്നെ അയാളെ തട്ട് എപ്പോഴും ഉയർന്നു തന്നെ. ആ തട്ട് ഇനി മാറ്റാൻ ഇനി ആർക്കും കഴിയില്ല. കാര്യം അത്രത്തോളം. കാര്യം ഇപ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ ഒരു ഡ്രൈവർ ഒരു അംബാസഡർ കാറും കൊണ്ട് ഒരു ഷൺമുഖനായിട്ട് വന്ന് നിന്ന് വീണ്ടും കപ്പടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇനി ആരും ഡീഗ്രേഡ് ചെയ്തിട്ട് ഒരു കാര്യം ഫാമിലി പടം ഏറ്റെടുക്കും. പിന്നെ പൊളിച്ചില്ലേ പടം, പിന്നെ തകർക്കും. ഹെലികോപ്റ്ററും കോട്ടും ഒക്കെ വിട്ടു വന്നപ്പോൾ ലാലേട്ടൻ ഹെലികോപ്റ്ററും അത് വേറെ ലെവലാണ്. അത് അയാൾ പിന്നെ ഖുറേഷി അബ്രഹാം അങ്ങനെയൊക്കെ വന്നാലേ പറ്റുള്ളൂ. ഇതാണ് വേറൊരു മുണ്ടും ഒരു ഷർട്ടും ഇട്ട് ഒരു പാവം എന്തോന്ന് പറയുന്നത് ഒരു കുഞ്ഞു കുടുംബം, ഒരു സാധാരണക്കാരനായിട്ട് പോകുന്നൊരു കുടുംബം, ഒരു പാവപ്പെട്ട ഒരു ഷൺമുഖൻ ഒരു അംബാസഡർ കാറും കൊണ്ടുവന്ന്. ഇനിയിപ്പോൾ ബെൻസ് എന്നൊരു പേരുണ്ട്, ഏടം പേര്. അത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഫാമിലി പടം തന്നെയാണ്. ഫാമിലി ഏറ്റെടുത്ത് കഴിഞ്ഞ്. അതല്ല പറഞ്ഞത് എപ്പോഴും ലാലേട്ടൻ്റെ തട്ട് ഒരു മുഴം മുന്നേ. അതല്ല പറഞ്ഞത് ശാന്തമി രാത്രിയിലെന്നുള്ള മമ്മൂക്കയുടെ പാട്ടും കൊണ്ട് ഇട്ടപ്പോഴത്തേക്ക് പിന്നെ പടം പൊളിച്ച്. എന്തായാലും 100 കോടി ഉറപ്പാണ്. ഡീഗ്രേഡിങ് ഒന്നും ആക്കൂല. അതിലൊരു മാറ്റമില്ല ബ്രോ. എനിക്ക് പടം കാണണം. കിംബോയിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. തിയേറ്ററിൽ അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല ഞാൻ എല്ലായിടത്തും വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം സൂപ്പറാണ്. എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിപൊളി പടം കേട്ടോ. ഫസ്റ്റ് ഹാഫ് എക്സ്പീരിയൻസ് വളരെ മികച്ചതാണ്. വളരെ മിസ്റ്റീരിയസ് ആയിട്ടാണ് പോകുന്ന ചിത്രം. ബാക്കി പകുതി മുഴുവൻ തീർച്ചയായിട്ടും ഫാമിലി മൂവിയാണ്. മോഹൻലാലിൻ്റെ നല്ല പ്രകടനമാണ് കാണാൻ പറ്റുന്നത്. സ്ക്രിപ്റ്റാണ്. തരുൺമൂർത്തിയെ ഇതുവരെയുള്ള ഒരു ആദ്യ പകുതി വെച്ചിട്ട് തരുൺമൂർത്തിയുടെ ഈ സിനിമ വളരെ മികച്ച സിനിമയായിരിക്കും എന്നാണ് തോന്നുന്നത്. ബാക്കി പകുതിയുടെ കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് മുഴുവൻ കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അവരുദ്ദേശിച്ച ആ ഒരു ക്രൈം മിസ്റ്ററി ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ആ സിനിമ ഇതുവരെ അത് പുലർത്തുന്നുണ്ട്. ബാക്കി കണ്ടതിന് ശേഷം പറയാം. തീർച്ചയായിട്ടും ഇതുവരെയുള്ള ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന മോഹൻലാൽ സിനിമയെ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും. എക്സൈറ്റഡ് ആണ്. നമുക്ക് നോക്കാം. ബാക്കി പകുതിയോടെ കണ്ടതിന് ശേഷം പോകാം. ഗംഭീരം, സൂപ്പർ എക്സലന്റ്. ഗംഭീരം. സൂപ്പർ അബ്സല്യൂട്ട്ലി സൂപ്പർ. എക്സലന്റ്.